ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് അവർ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് 4 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ദെൻ സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ്, then the magician card and 10 of pentacles, the last and final card the hierophant card. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളെ എത്തിച്ചത് ഒരു ചോദ്യമായിരിക്കാം. ഞാൻ ഈ ഒരു വ്യക്തിയെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവരെന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് അകന്നത് എന്നുള്ള ഒരു ചോദ്യം. അപ്പൊ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 4 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അവരുടെ ഫീലിങ്സുകൾ വളരെ ആഴത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സ്വഭാവക്കാരിയോ ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലായിരുന്നു എന്നല്ല അതിനർത്ഥം. പക്ഷെ ആ ഒരു സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് പേടിയായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും വേദനിപ്പിച്ച അവർക്ക് ഉണ്ടായ അനുഭവങ്ങളോ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളോ ഒക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവര് ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കാം, ഞാൻ കൂടുതൽ അടുക്കുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സണുമായിട്ട് ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ വീണ്ടും എനിക്ക് വേദനിക്കേണ്ടി വരുമോ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം അവര് ഒന്ന് മാറി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ പതുക്കെ അവരുടെ മനസ്സിന്റെ വാതിലുകൾ പതിയെ അടയ്ക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ് തരുന്നത്. ഈ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ജോലി സംബന്ധമായ മാറ്റങ്ങളായിരിക്കാം, പഠന സംബന്ധമായിട്ടായിരിക്കാം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങൾ, അവരുടെ മുഴുവൻ ശ്രദ്ധയും ആ ഒരു കാര്യത്തിലേക്ക് പോയിട്ടുണ്ടാകാം. അപ്പൊ അവരുടെ മനസ്സ് ഒരിടത്ത് സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു സമയത്ത്. കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുകയും അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആ ഒരു സാഹചര്യത്തിലായിരുന്നു അവരുടെ മനസ്സുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധത്തിനായിട്ട്, ഈ റിലേഷൻഷിപ്പിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അവർക്ക് നൽകാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ട് കെയർ ചെയ്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ചിലർക്കായിട്ട് ഈ ഒരു കാർഡ് മറ്റൊരു അർത്ഥവും നൽകുന്നുണ്ട്. അവര് നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിലും സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വന്തം അവർ നേടിയെടുത്ത് വെച്ചിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അകന്നു പോയത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വരുന്നത് മജീഷ്യൻ കാർഡാണ്. ഈ ഒരു മജീഷ്യൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കണമെന്ന്, പല കാര്യങ്ങളും ഇങ്ങനെ പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നിയന്ത്രിക്കണമെന്ന് തോന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ സ്വന്തം ഫീലിങ്സുകൾ പോലും അവർ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങളെ അവർ മനഃപൂർവ്വം അകറ്റി നിർത്തിയിട്ടുണ്ടാവാം. കാരണം അവരാദ്യം സ്വന്തം ജീവിതം ശരിയാക്കണമെന്ന് കരുതുന്നുണ്ട്. അതിനുശേഷം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ചിലരുടെ കാര്യം പറയുകയാണെങ്കിൽ അവര് സ്വന്തം കഴിവുകളും ഫ്യൂച്ചറും കരിയറും തെളിയിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അതിനാൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രണയത്തെക്കാൾ ജീവിത ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശേഷം നമുക്ക് വന്നിട്ടുള്ളത് 10 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 10 ഓഫ് പെന്റക്കിൾസ് ഈ ഒരു ലൈഫ് സ്റ്റോറിയുടെ
സ്റ്റോറിക്ക് കൂടുതൽ ഒരു ആഴം നൽകുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു സാധാരണ ഒരു ബന്ധമായിട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അവര് ദീർഘകാലം ഒരു നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിരത, സമൂഹത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം, ഇതെല്ലാം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ അവർ ചിന്തിച്ചിരിക്കാം, ഇപ്പോൾ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ തയ്യാറാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകളെ കൂടി അവർക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവരൊരു പടി പിന്നോട്ട് പോയത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവസാനമായിട്ട് വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് ദ ഹെറോഫൻ കാർഡാണ്. ഈ ഒരു ഹെറോഫൻ കാർഡ് ഈ റീഡിങ്ങിലെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഈ കാർഡ് പറയുന്നത് ഈ ഒരു ബന്ധത്തിലെ ചില പരമ്പരാഗത ചിന്തകളും കുടുംബ സ്വാധീനവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്. ചിലർക്ക് ചിലപ്പോൾ ജാതി, മതം, കുടുംബത്തിന്റെ എതിർപ്പ്, അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങൾ പോലും ഈ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. മറ്റു ചിലരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഒരു ബന്ധത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരാളാണ്. പകുതി മനസ്സോടെ ഈ ഒരു ബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ തയ്യാറാകുന്നത് വരെ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇത് വരുന്നത് വരെ അകന്നു നിൽക്കുന്നതാണ് നല്ലത് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ മാറിപ്പോയ വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പം യൂണിവേഴ്സ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ അകൽച്ചകളും ഒരു സ്നേഹമില്ലായ്മ കൊണ്ടല്ല സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേടി കാരണം സംഭവിക്കാം, ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ സംഭവിക്കാം, ജീവിതത്തിലെ സിറ്റുവേഷൻസ് മാറുമ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ പക്വതയില്ലായ്മ കൊണ്ട് അകൽച്ചയ്ക്ക് കാരണമാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം സ്നേഹമില്ലാത്തത് കൊണ്ടല്ല സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വാല്യൂ ഒരാളുടെ തീരുമാനങ്ങൾ കൊണ്ട് കുറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഇട്ടിട്ട് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു മൂല്യമില്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നൊന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നത്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനല്ല, അല്ലെങ്കിൽ അർഹയല്ല എന്ന് അതിന് ഒരു അർത്ഥവുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ശരിയായ സമയത്ത് ശരിയായ വ്യക്തി ശരിയായ ഉദ്ദേശത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ വ്യക്തി നിങ്ങളെ ഒരു സംശയത്തിലല്ല, ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഇത് ഒരിക്കലും തരത്തില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സുരക്ഷിതത്വത്തിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ നിൽക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ സാരം ഇതാണ്. അവര് അകന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളതാണ്. കുറെ ഭയങ്ങളും, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങള്, ജീവിത ലക്ഷ്യങ്ങള്, സ്ഥിരത കിട്ടാത്തതിന്റെ ഒരു അഭാവം, കുടുംബത്തിന്റെ സ്വാധീനം, ഇങ്ങനെ പല കാരണങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൂടുതൽ ശക്തമായിട്ട് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അതേസമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുത്താത്ത ഒരാളെക്കാൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരാളെ ജീവിതം ശരിയായ സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാത്ത ഒരാളെക്കാൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരാളെ ജീവിതം ശരിയായ സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അതാണ്. അപ്പൊ നിങ്ങളെ ആവശ്യപ്പെട്ട, നിങ്ങളെ മാത്രം മതി എന്ന രീതിയിൽ നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കെയർ നൽകുന്ന, നിങ്ങളെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി, അത് നിങ്ങളുടെ മുന്നിൽ എത്തും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് റെഡ് കളറാണ്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 37 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ കിട്ടുന്നുണ്ട്. നമ്പർ 38 കിട്ടുന്നുണ്ട്. 1994 കിട്ടുന്നുണ്ട്. 1998 കിട്ടുന്നുണ്ട്. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2002 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, സെൽഫ് എംപ്ലോയ്, നമ്പർ 36, നമ്പർ 54, നമ്പർ 46, യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 26, 2005 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 2, ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾ നല്ല പ്രത്യേകതയുള്ള കണ്ണുകളായിരിക്കും. നമ്പർ 37, നമ്പർ 49, ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റൈഡർ,
ആൻഡ് 1987. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹാപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.